ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ മുഖ്യമന്ത്രിയുടെ രീതി അനുഗമിച്ചിപ്പോൾ കേരളത്തിൽ പലതരം രക്ഷാപ്രവർത്തനങ്ങൾ ചെയ്തു വരികയാണ്. ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയായ SFIയെ കുറിച്ച് ദിനം തോറും പരാതികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഇക്കൊല്ലം പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥനിൽ തുടങ്ങി കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ പ്രിൻസിപ്പലിനെ തല്ലിയത് വരെ എത്തി നിൽക്കുന്നു കാര്യങ്ങൾ. ഇതൊക്കെയായിട്ട് നിലവിലത്തെ സാഹചര്യത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയും ഇടതുപക്ഷത്തിന്റെ ആകെപ്പാടെയുള്ള ഒരു മുഖ്യമന്ത്രിയുമായ ശ്രീ പിണറായി വിജയൻ അതൊക്കെ ഒരു രക്ഷാപ്രവർത്തനമല്ലേ എന്ന പ്രസ്താവനയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. പിണറായി വിജയൻ രക്ഷാപ്രവർത്തനം തുടങ്ങിയത് നവകേരള ബസ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടിക്കൊണ്ടിരുന്നപ്പോഴായിരുന്നു. അന്ന് പ്രതിഷേധിച്ച പ്രതിപക്ഷ സംഘടനയിലെ എല്ലാവരെയും പോലീസ് ലാത്തികൊണ്ട് പ്രയോഗിച്ചപ്പോൾ രക്ഷാപ്രവർത്തനമല്ലേ എന്നായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത്. 2 ദിവസം മുമ്പും നിയമസഭയിൽ അത് തന്നെ ആവർത്തിച്ചു. അത് രക്ഷാപ്രവർത്തനം തന്നെയാണെന്ന് ഒന്നുകൂടി ഊട്ടി ഉറപ്പിച്ചു പറഞ്ഞു. തനിക്ക് കൺമുന്നിൽ നടക്കുന്നത് മാത്രമേ തനിക്ക് പറയുവാൻ സാധിക്കുള്ളൂ എന്നും തന്റെ വാഹന വ്യൂഹം കടന്നു പോയതിനു ശേഷം എന്താണ് സംഭവിക്കുന്നതെന്ന് തനിക്ക് അറിയില്ലെന്നുമായിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്. വിദ്യാർത്ഥി സംഘടനയായ SFIയെ കുറിച്ച് വലിയ തോതിൽ ആരോപണമുയരുന്ന സാഹചര്യത്തിലും SFIയെ സംരക്ഷിക്കുന്ന നിലപാടാണ് പിണറായി വിജയൻ എടുക്കുന്നത്. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം. കേരളത്തിലെ ഒട്ടുമിക്ക കലാലയങ്ങളിൽ പഠിച്ചവർ എല്ലാം ഈ ഒരു മുദ്രാവാക്യം കേട്ടിരിക്കാൻ സാധ്യതയുണ്ട്. ഒരു കാലഘട്ടം വരെയും വിദ്യാർത്ഥികൾക്ക് വേണ്ടി നല്ല പ്രവർത്തനങ്ങൾ ചെയ്തിരുന്ന ഒരു സംഘടന തന്നെയായിരുന്നു ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ. എന്നാൽ 2 ടേമുകളിലായി തുടർച്ചയായി ഭരണം ലഭിച്ച പിണറായി വിജയനെ എങ്ങനെയാണോ അടി തെറ്റുന്നത്, അതുപോലെ തന്നെയാണ് തുടർ വിജയങ്ങളിൽ ലഹരി ബാധിച്ചിരിക്കുന്ന SFIയെയും ബാധിച്ചിരിക്കുന്നത്. കൗമാരപ്രായ മൂർച്ചയിൽ എത്തി നിൽക്കുന്ന ഒരു പറ്റം കുട്ടികളിലേക്ക് കലാലയ ജീവിതം എന്നാൽ SFI ആയിരിക്കണം എന്ന് വിശ്വസിപ്പിക്കുന്ന, എതിരില്ലാത്ത വിജയമാണ് ഏറ്റവും വലിയ വിജയമെന്ന് പറഞ്ഞു കൊടുക്കുന്ന, മറ്റേതെങ്കിലും രാഷ്ട്രീയ ആശയങ്ങൾ ഉയർന്നു വന്നാൽ അതിനെ എന്ത് വില കൊടുത്തും തല്ലിക്കെടുത്തണമെന്ന് ഉപദേശിക്കുന്ന, അതിനുവേണ്ടി എന്ത് ഗുണ്ടായിസവും കാണിക്കാൻ പ്രചോദിപ്പിക്കുന്ന, നമ്മൾ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ജനാധിപത്യമെന്ന് ഓതിക്കൊടുക്കുന്ന കുറച്ച് തലമൂത്ത നേതാക്കളുടെ രാഷ്ട്രീയമാണ് കുട്ടികളെ അടിച്ചേൽപ്പിക്കുന്നത്. നിങ്ങൾ പറഞ്ഞു വെക്കുന്ന രാഷ്ട്രീയമല്ല സുഹൃത്തെ നിങ്ങൾ ചെയ്യുന്നതെന്ന് നിവർന്നു നിന്ന് പറയുവാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത കുട്ടികളുടെ ക്യാമ്പസാണ് കേരളത്തിലുള്ളത്. മുഖ്യമന്ത്രി കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോൾ പലതാണ്. എതിർത്ത് നിൽക്കുന്ന വിദ്യാർത്ഥികളെ തല്ലിച്ചതയ്ക്കുന്ന, അധ്യാപകരെ മുഖത്ത് നോക്കി അടിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു വല്ലാത്തതരം രക്ഷാപ്രവർത്തനങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 2 ദിവസം മുമ്പാണ് സഭയിൽ VD സതീശൻ നിങ്ങൾ രാജാവിനെ പോലെയാണ് പെരുമാറുന്നതെന്ന് മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി പറഞ്ഞത്. എന്നാൽ ഞാൻ ജനങ്ങളുടെ ദാസനാണെന്നാണ് പിണറായി വിജയൻ ഉറക്കെ പറഞ്ഞത്. ജനങ്ങളുടെ ദാസനായ പിണറായി ആകട്ടെ ഇപ്പോൾ ചെയ്യുന്നത് ജനദ്രോഹപരമായ കാര്യങ്ങളും ചരിത്രം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങളെ മുഖ്യമന്ത്രി ന്യായീകരിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ മോദിയും ചെയ്യുന്നത് ഇത് തന്നെയാണ്. ഇപ്പോഴെന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ അടിയന്തരാവസ്ഥ കാലത്ത് അങ്ങനെയല്ലേ സംഭവിച്ചതെന്ന് മറുപടി പറയും. ചരിത്രത്തിൽ ഓടി ഒളിച്ചത് കൊണ്ട് ഇതിനൊന്നും പരിഹാരമാവില്ല എന്ന് ഈ നേതാക്കളൊക്കെ എന്നാണ് മനസ്സിലാക്കുക? പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയെ 2 ദിവസം ക്രൂരമായി പീഡിപ്പിച്ച് പരസ്യ വിചാരണ ചെയ്താണ് കൊലപ്പെടുത്തിയത്. ഇതിന്റെയൊക്കെ ഞെട്ടലിൽ നിന്ന് മാറിയിട്ടില്ല കേരള സമൂഹം. 2 ദിവസം മുമ്പ് കൊയിലാണ്ടി ഏരിയ സെക്രട്ടറിയുടെ വായിൽ നിന്നും വന്നതാണ് പ്രിൻസിപ്പൽ കോളേജിനകത്ത് കയറിയാൽ 2 കാലിൽ നടക്കാൻ അനുവദിക്കില്ല എന്നുള്ളത്. കൊല്ലുന്നതും കൊലവിളിക്കുന്നതും ഏതുതരം രാഷ്ട്രീയമാണെന്ന് മനസ്സിലാകുന്നില്ല. എത്രത്തോളം ഗുണ്ടായിസം പറയുന്നുവോ അത്രത്തോളം വലിയ നേതാക്കളാകുന്നു എന്ന ചിന്താഗതിയാകാം ഈ യുവ രാഷ്ട്രീയ പ്രവർത്തകരെ ഇങ്ങനെയൊക്കെ പറയുവാൻ പ്രേരിപ്പിക്കുന്നത്. ജീവൻ എടുത്തോ ജീവന് ഹാനി ഉണ്ടാക്കിയോ ചെയ്യേണ്ട ഒന്നല്ല രാഷ്ട്രീയം എന്നത് വിദ്യാർത്ഥികൾ, യുവാക്കൾ നിങ്ങൾ മനസ്സിലാക്കണം. പിണറായി വിജയന്റെ രക്ഷാപ്രവർത്തനമല്ല നല്ല നാളേക്കായി വേണ്ടത്. കൂടുതൽ ലോക്സഭാ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.